ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചിക്കൂസ് അടുക്കള. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് അപ്പത്തിൻ്റെയും ചപ്പാത്തിക്കും ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ കിഴങ്ങറിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഞാനിവിടെ 3 കിഴങ്ങ് ഉപ്പിട്ട് നല്ലപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 3 സവാള ചെറുതായി അരിഞ്ഞത്, 4 പച്ചമുളക്, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 2 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/4 കപ്പ് തേങ്ങാപ്പാൽ. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അന്ന് ചൂടായിട്ട് നമുക്കിതിലേക്ക് കടുകൊക്കെ ഇട്ട് കൊടുക്കാം. ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി അത് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങി. അപ്പോൾ ഇനി ഇതിലേക്ക് ഈ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ട് കളർ മാറുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കളർ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ കറിവേപ്പില ആദ്യം പറയാൻ വിട്ടുപോയി. ഇനി ഇതിലേക്ക് ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ടി വരാൻ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതെല്ലാം ഒന്ന് നല്ലപോലെ വഴണ്ടി വരട്ടെ. ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 2 മിനിറ്റ് ഇതൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ട് ഞാനൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് 5 മുതൽ 10 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് വേവിക്കണം. നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ഞാനിപ്പോൾ ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടുതൽ വേവിച്ച്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തുറന്ന് നോക്കാം.
ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആ തേങ്ങാപ്പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി തേങ്ങാപ്പാൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കറി തിളക്കരുത്. ഈ തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇതൊന്ന് തിളയ്ക്കാറാകുന്നതിന് മുമ്പ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ അതും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറി തിളയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൽ ഞാൻ വേറെ മസാലപ്പൊടികളൊന്നും അല്ല ചേർത്തിട്ടില്ല. മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം.